അപ്പോൾ ഹലോ ഗൈസ്, നമുക്ക് എല്ലാവർക്കും വീഡിയോക്ക് സ്വാഗതം. നമുക്ക് എന്തായിരുന്നു ഗൈസ്, നമ്മൾ പ്രിൻസിപ്പൾ വഴക്ക് പറഞ്ഞതുകൊണ്ട് ഞാൻ വീഡിയോ അങ്ങനെ ഇടാറില്ല. അപ്പോൾ ജസ്റ്റ് ഇതും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് നിർത്താമെന്ന് ഓർത്തു. പിന്നെ ഇതൊന്നും ഞാൻ അക്കൗണ്ട് എടുക്കാറില്ല, അതുകൊണ്ടാണ് ഗൈസ് ഇപ്പോൾ ഞാൻ അങ്ങനെ കാണാത്തത്. അപ്പോൾ നമുക്ക് ഇന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മളൊരു അക്വേറിയത്തിൽ എല്ലാവർക്കും മറ്റേ എയർ പമ്പ് ഫിറ്റ് ചെയ്യണമെന്നുണ്ട്. എന്ന് വെച്ചാൽ അതാവുമ്പോൾ നമുക്ക് ലിഡ് ക്ലോസ് ചെയ്യാം, ഫിഷ് ടാങ്കിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യാം. അവർക്ക് ഓക്സിജൻ കിട്ടിക്കോളും എയർ പമ്പിൽ നിന്ന്. പിന്നെ ഫിൽറ്റർ മേടിച്ചാൽ നല്ല കാശാണ്. അപ്പോൾ ഞാൻ സിമ്പിൾ ഒരു ബലൂണും ഇതുപോലത്തെ ഒരു മറ്റേ സാധനമല്ലേ, ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ട്രിപ്പൊക്കെ ഇടുന്ന ഒരു വയറും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കുപ്പിയുടെ അടപ്പാണ് നമ്മളൊരു കുഞ്ഞു ഹോളിട്ടിട്ട് ബലൂൺ ഇങ്ങനെ നിർത്തി. ആദ്യമേ ഈ സാധനത്തിൽ ഇവിടെ ഞാൻ ചുമ്മാ ടേപ്പ് ചുറ്റിയുണ്ട് ഒരു രസത്തിന് വേണ്ടി. ഈ സാധനം ഇങ്ങനെ വെച്ചിട്ട് നല്ല ടൈറ്റ് ചെയ്യണം. ഗൈസ്, നമ്മൾ വീഡിയോ കട്ട് ചെയ്തിട്ടാണ് എടുക്കണേ. നമ്മൾ ഇന്നലെ ഒരു സാധനം ഉണ്ടാക്കിയായിരുന്നു, ഫിഷ് ലൈറ്റാണ്. അപ്പോൾ അക്വേറിയമുള്ളവർക്ക് ഇത് ഉണ്ടാക്കാം. എനിക്ക് ഈ ഒരു കാറിൽ നിന്ന് കിട്ടിയ സാധനമാണ് ഈ LED ലൈറ്റ്. ഈ LED ലൈറ്റ് ഇങ്ങനെ ഇരിക്കും, LED ലൈറ്റ്. അപ്പോൾ നമ്മളിത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇവിടുന്ന് ഒരു പോസിറ്റീവ് എന്ന് വെച്ചാൽ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും. ഇത് സാധാരണ കറുപ്പാണ് കാണാറ്, പക്ഷെ ഇപ്പോൾ വെള്ളയാണ് നെഗറ്റീവ്. ഇത് പോസിറ്റീവിലോട്ട് കൊടുക്കണം, പോസിറ്റീവ്. എന്നിട്ട് ഇപ്പുറത്തെ LEDയിൽ നെഗറ്റീവും കൊടുക്കണം. വേണമെങ്കിൽ എനിക്ക് ഇവിടെ പോസിറ്റീവും നെഗറ്റീവും കൊടുക്കാം, പക്ഷേ എൻ്റെ ഫിഷ് ടാങ്ക് വട്ടത്തിൽ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് വെക്കാം കേട്ടോ. എൻ്റെ കൈ മറിഞ്ഞാണ് കൈ കൊണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് സാധനം വെച്ചാണ്. ഈ സാധനം കണ്ടോ, ഒരു ബാറ്ററിയുടെ ഇത് അയ്യോ കണക്ഷൻ വിട്ടുപോയി. അയ്യോ സാധനം ഗൈസ്, ഇത് ഇങ്ങനെ ആയിപ്പോയി. സാധനം ഇവിടുന്ന് വിട്ടുപോകുന്നു. നമുക്കപ്പോൾ ശരിയാക്കണം. ഈ ബാറ്ററിയുടെ ഇത് ആൾക്കാരെ മൊബൈലിന്റെ തന്നെ ഒരു ഘട്ടം കുറയുമ്പോൾ ഓർമ്മ. അതാ പഴയ കോണ്ടാക്ട് അതിന് ചാർജ് പെട്ടെന്ന് ഇറങ്ങി പോകില്ല. നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഗൾഫിൽ പോണ ആ ഒരു സമയമൊക്കെ